ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡിറ്റർ അദ്വൈത്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് ടോപ്പ് 3 ഗെയിംസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ന്യൂ ചാനലായതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കടയൊന്ന്. ഓക്കെ, പഴയ ചാനലിന് ഗെയിമിംഗ് വീഡിയോസ് ഇതേപോലെ ടോപ്പ് 3 ഗെയിംസ്, എഡിറ്റിംഗ് ആപ്സ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇനി നമ്മൾ ഇടത്തില്ല. ചെറിയ ചില സാധാ വീഡിയോസൊക്കെ ഇടുകയുള്ളൂ. അല്ലാണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോ ഒന്നും വരത്തില്ല. കൂടുതലും വീഡിയോ ചാനലായിരിക്കും തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിമായിട്ടുള്ള സ്പൈഡർ ഫൈറ്റർ 3. ഓക്കെ, ഇതിൻ്റെ അകത്ത് എനിക്കിവിടെ നിറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ നിറച്ചുണ്ട്. ഞാൻ കുറേ കളിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് നിറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് ഫുൾ ഓൺലൈൻ ഗെയിമാണ്. നമുക്കിവിടെ ഇവരെ വെച്ചൊന്ന് ഒരു ഫൈറ്റ് എടുക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരെ ഒരു ഫൈറ്റ് എടുത്തിട്ട് വരാം. നിങ്ങൾക്ക് ഫൈറ്റിൻ്റെ അകത്ത് ഞാൻ ഇവരുടെ കുറേ അധികം പവേഴ്സൊക്കെ ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. പിന്നെ ഹൾക്കിൻ്റെ മെയിൻ പവറാണ് റണ്ണിങ് സ്പീഡ്. ഒരു നമ്മൾ റൺ ചെയ്തുകൊണ്ട് ജമ്പ് അടിച്ച് കഴിഞ്ഞാൽ ഹൾക്ക് അടിച്ച് പോകും. പിന്നെ ഓപ്പൺ വേൾഡ് കളിക്കണമെങ്കിൽ നമ്മുടെ സ്പൈഡർമാനെ വെച്ച് വെറുതെ ഇങ്ങനെ വലവിട്ട് വീശി ഓടി കളിക്കുക. അങ്ങനെ നമുക്ക് ഓപ്പൺ വേൾഡും അതേപോലെ തന്നെ ഫൈറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. ഓക്കെ, ഇവരിങ്ങനെ കണ്ടില്ലേ, സ്പൈഡർമാനെ വെച്ച് നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാം. ഞാൻ ഫസ്റ്റ് ഫൈറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹൾക്കിനടുത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഹൾക്കിൻ്റെ ഒറ്റയടിക്ക് അവൻ്റെ പകുതി ഹെൽത്തൊക്കെ പോയി. ഒരുത്തൻ ചത്തവിടെ. നമുക്ക് ഇവൻ്റെ മെയിൻ പവർ കാണിച്ചു തരാം. അവൻ ഡെഡായി. ഫുൾ 200 ഹെൽത്ത് ഒറ്റയടിക്ക് എടുത്ത് ഇവനെയും ഡെഡാക്കി തരാം. ഇപ്പം 100 ഹെൽത്ത് ഉണ്ടായിരുന്നു, അവൻ പോയി. ഹൾക്കിൻ്റെ ഒറ്റടി ഇവനും തീർന്നു. അടുത്ത ഇവനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ അവൻ്റെ വെട്ടിന് തന്നെ അവൻ തീർന്നു. ഇത്ര ഉള്ളൂ നമ്മുടെ ഈ ഗെയിം. ഇവിടെ ആഡ് വരും. ഇത് ഓൺലൈൻ ഗെയിമാണല്ലോ. ഓക്കെ, അതുകൊണ്ട് ആഡ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കിത് നമുക്കിവിടെ കുറേ അധികം ക്യാരക്ടേഴ്സിന് ഇവർ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് നിറച്ച് ക്യാരക്ടേഴ്സിന് കിട്ടിയിട്ടുണ്ട്. എല്ലാം അൺലോക്ക് ആകണമെന്നൊന്നും ഇല്ല. അപ്പം തന്നെ ആകെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. നമുക്കപ്പം നേരെ നമ്മുടെ സെക്കൻഡ് ഗെയിമിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഗെയിമായിട്ടുള്ള പാൽ വേൾഡിൻ്റെ കോപ്പി ഗെയിം ലാസ്റ്റ് വേൾഡ്. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഗെയിം ഇവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇത് ഫുള്ളി ഓൺലൈനായിട്ടുള്ള ഗെയിമാണ്. ഇവിടെ നമുക്ക് ആഡ് വരും. ആഡിൻ 1 സെക്കൻഡ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആഡ് വന്നിരിക്കുന്നു. നമുക്ക് സ്കിപ്പ് അടിച്ച് കളയാം. എന്തായാലും മറ്റേ സ്പൈഡർ ഫൈറ്ററിനെ പോലെ ലെങ്തി ആഡ് വരികയില്ല, വല്ല ഫോട്ടോസൊക്കെ വന്നാലേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയിം. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോൺ ഉണ്ട്, ആക്സ് ഉണ്ട്. ഇപ്പോൾ പിന്നെ പാൽ ക്യൂബ് ഉണ്ടാക്കാനുള്ള, അതായത് നമ്മുടെ പാൽ സ്ഫിയർ ഉണ്ടാക്കാനുള്ള ഒരു ഇതും ഇരിപ്പുണ്ട്. അത് 2 എണ്ണം ഉണ്ടെങ്കിലാണ് നമുക്കൊരു ക്യൂബ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് പാൽ ക്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ പാൽ വേൾഡിലെ പാൽ സ്ഫിയറാണ്. ആ കണ്ണൊരു നീല സംഭവം കണ്ടോ, അതാണ് ഇവിടെ വേണ്ട നമ്മുടെ പാൽഡിയം ഫ്രാഗ്മെൻറ്റ്. അതായത് പാൽ വേൾഡിലെ പാൽഡിയം ഫ്രാഗ്മെൻറ്റാണ്. ഇവിടെ എന്താണ് അതിൻ്റെ പേര് ഇല്ല, അതെന്തുവാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ഇപ്പോൾ ആ സാധനം എടുക്കാം. അത് ഏതാണ്ട് 2 എണ്ണം ഉണ്ടെങ്കിലാണ് ഒരു പാൽ ക്യൂബ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ പാൽ വേൾഡിലെ ചിക്കിപ്പി നിൽപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ എന്തോ പേരാണ്. അപ്പോൾ നമുക്ക് ഇവൻ അങ്ങോട്ട് എന്തായാലും ഇത് കുറച്ചധികം വേണം നമുക്ക്. എന്ന് വെച്ചാൽ നമുക്ക് 2-3 എണ്ണം ഉണ്ടാക്കണ്ടേ. അത് കൊണ്ട് നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി എടുക്കാം. ഇത് നല്ലോണം അങ്ങോട്ട് സെറ്റ്. ഓക്കെ, അത് ഇത്രയേ ഉള്ളൂ, പൊട്ടി പോയി. അവിടെ വേറെ ഒരെണ്ണം ഉണ്ട്, അതും കൂടി എടുക്കുക. ഇപ്പം നമ്മുടെ 3 എണ്ണം ഉണ്ട്. ഇത് 3 എണ്ണം വെച്ച് എന്തായാലും 2 എണ്ണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് അതും കൂടി എടുക്കാം. കണ്ണാണ്. ഈ ചേട്ടന് നീന്താനൊക്കെ പറ്റും കേട്ടോ. കണ്ടതിൽ നീന്തണം. കൂടുതൽ വെള്ളത്തിലായിട്ട് ഇറങ്ങണ്ട, ഗെയിം ലാഗ് അടിക്കും. അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഈ ചേട്ടൻ്റെ ചാടാന കഴിവുണ്ടില്ലേ, വെള്ളത്തിൽ വരെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞവിടെ. ചേട്ടൻ സീനാണ്, വല്ലാത്ത ജാതി. ഓക്കെ, ചേട്ടൻ തലകുത്തി മറിഞ്ഞ് ചാടും. പിന്നെ നമുക്ക് എന്തായാലും ഇതെടുക്കാം. ഇതിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ വേൾഡിൽ മൊത്തം കറങ്ങിടം ഇതെടുക്കാം. ഓക്കെ, ഞാനിത് ഇത് അത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാലിനെ പിടിക്കാം. അവിടെ എൻ്റെ ബേസ് കാണുന്നുണ്ട്. ആ ബേസ് അവിടെ കാണുന്ന എൻ്റെ ഹൗസ്. അവിടെ ഒരു പാല് പറന്നു നിങ്ങൾക്ക് കാണണ്ട. ആ പാല് നമ്മുടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഗെയിം എന്തോ ഞാൻ ഇത് ചെയ്തപ്പോൾ പാല് പോയി. ഇതിൻ്റെ അകത്തെ മെയിൻ ഗ്ലിച്ചാണ് പറഞ്ഞപ്പോൾ പാൽസ് പോകും ഗൈസ്.
പാൽസിനെ കളയാൻ പറ്റുമെന്ന് നല്ല അപ്ഡേറ്റ് കൊണ്ടുവരുന്നു ഇതിൻ്റെ അകത്ത്. എന്തായാലും കുറേ നാളായിട്ട് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് വന്നിട്ടില്ല. മിക്കവാറും അവർ നല്ല ലെങ്തി സാധനങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്. ഓക്കെ, ഞാൻ എന്താ അവിടെ ആ പാലിനെ തല്ലി 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 റെഡിയാക്കാൻ പോയി. ഇതിനാണ് ഞാനിവിടെ തല്ലാൻ പോകുന്നത്. ഓക്കെ, ആ ചത്തുപോയി ഗൈസ്. എന്ത് ചെയ്യാനാ? ആ പാൽ ക്യൂബ് 2 ഇട്ട് നോക്കി, അത് കയറിയില്ല. പിന്നെ എന്ത് ചെയ്യാനാ? അത് നമ്മളെന്തായാലും കൊല്ലും. ഞാൻ ഒരു അടിയനെ തന്നെ കൊന്നു. കാരണം ലാസ്റ്റ് 1 HP കൊണ്ടുവന്ന് നിർത്തിയതിനെ. എന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെ റിംഗ് ഓഫ് മേഴ്സി ഒന്നുമില്ല. നമ്മൾ തന്നെ നോക്കിയൊക്കെ ഇട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ചത്തുപോകും. അത് വേറെ സീൻ. എൻ്റെ 2 പാൽ ക്യൂബും പോയി. നമുക്ക് അത് ചിക്കിപ്പി അതിനെയും കൂടി കൊന്നുകളയാം. ഇതിനൊന്നും വലിയ പവറില്ല, പക്ഷേ മറ്റേ ആ ഡീമൻ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേര്. അത് അടിച്ചാൽ നമുക്ക് നല്ല പകുതിയോളം ഹെൽത്ത് പോകും. ചിക്കിപ്പി എനിക്ക് ഇതിന് നമ്മളടിച്ചാൽ വലിയ ഹെൽത്ത് നമുക്ക് പോകത്തില്ല, പക്ഷേ നമ്മൾ അതിനടിച്ച് നല്ല ഹെൽത്ത് അതിൻ്റെ പോവും. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം തന്നെ അതിൻ്റെ അത്ര ഹെൽത്ത് പോയി. അത് കഴിഞ്ഞിപ്പോഴത്തെ നമുക്ക് നേരെ നമ്മുടെ അടുത്ത ഗെയിമിലോട്ട് കിടക്കാം. അടുത്ത ഗെയിം ഇത് 3rd ഗെയിമായിട്ടുള്ള ഓഫ്ലൈൻ ഗെയിമായിട്ടുള്ള നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ കോപ്പി ഗെയിം റീറ്റെയിലി സ്റ്റോർ സിമുലേറ്ററാണ്. ഇതിൻ്റെ നമ്മുടെ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററൊക്കെ മൊബൈലിൽ റിലീസായി ആർക്കും ഇഷ്ടപ്പെടാതെ ഡസ്റ്റ്ബിന്നിലോട്ട് പോയപ്പോൾ വന്ന ഗെയിമാണ് മോനെ റീറ്റെയിലി സ്റ്റോർ. അത് അത്രയ്ക്ക് നല്ല ഗെയിമാണ്. ഇതാ കണ്ടില്ല, അതിൻ്റെ ഗ്രാഫിക്സൊക്കെ ഒന്ന് നോക്കി, കാർമയൊക്കെ കണ്ട. പിന്നെ ഇവിടെ ഇത് കണ്ട, ഇത് നമ്മുടെ ഷെൽഫാണ്. ഞാൻ കുറേ ഷെൽഫ് വാങ്ങിക്കൂട്ടി. പിന്നെ സൂപ്പർ മാർക്കറ്റ്സിലെ പോലെ അവർ 2 ഷെൽഫ് ആദ്യം തന്നെ തരത്തില്ല, 1 ഷെൽഫ് പോലും അവർ നമുക്ക് തരത്തില്ല. ഇത് പിന്നെ എൻ്റെ റീസ്റ്റോക്കറാണ്. ഇത് 1ാമത്തത്, പിന്നെ ഇത് 2ാമത്തത്. ഇത് ഫസ്റ്റ് ബോയ് റീസ്റ്റോക്കർ, ഇത് സെക്കൻഡ് ബോയ് റീസ്റ്റോക്കർ. ഓക്കെ, എല്ലാവരെയും നല്ലോണമൊന്നും കണ്ട, ആർക്കും മുഖവ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ ഷെൽഫ് കിടക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കട ലാസ്റ്റ് ലെവൽ എക്സ്പാൻഷൻ ചെയ്ത് അതുകൊണ്ട് ഇവിടെയൊക്കെ വെക്കാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നല്ലൊരു എക്സ്പാൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ കടയിൽ നിറച്ച് ഷെൽഫ് സാധനമൊക്കെ ഇനിയും മേടിച്ച് വെക്കാനുണ്ട്. ഏതാണ്ട് 280ഓളം ഷെൽഫ് നമുക്ക് ഇതിൻ്റെ അകത്ത് ടോട്ടൽ ആവശ്യമുണ്ട്. ഒരു ഷെൽഫിൽ നിങ്ങൾ ഒരു സാധനം വെച്ചാണ് വെക്കണേ, ഞാൻ അങ്ങനെ വെക്കണം. അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ സ്റ്റോറേജാണ്. സ്റ്റോറേജ് നമുക്ക് മറ്റേലെ പോലെ അൺലോക്ക് ആകുകയൊന്നുമില്ല, ആദ്യം തന്നെ ഉണ്ടാവും. ഇവിടെ കുറേ ഷെൽഫുകളും ഫ്രീസറും ഫ്രിഡ്ജും എല്ലാം കാലിയാണ്. കാരണം ഞാൻ ഇപ്പോഴാണ് മറ്റേ ഷോപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ സാധനങ്ങൾ വിറ്റ് തീർത്ത്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നുമില്ല, എല്ലാം തീർന്ന് കാലി ഷെൽഫാണ്. നമ്മുടെ ഈ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ പോലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാട്ടോ. ഇവിടെ ഇത്രയും ഷെൽഫ് ഇരിപ്പുണ്ട്, എല്ലാം കാലിയാണ്. എല്ലാം കാലിയാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ 2 മറ്റേ ക്യാഷർ അവിടെ 2 ഉണ്ട്. ഇവിടെ 1, 2, 3x ഉണ്ട്. ഇതിൻ്റെ അകത്ത് 1x 2x 3x അതെല്ലാം സ്പീഡ് കൺട്രോളാണ്. കണ്ടോ, ഇതിപ്പോൾ 3x ആണ് ഫുള്ള്. 3x ഇട്ടങ്ങനെ കളിച്ചേക്കില്ലേ. എനിക്ക് 3x ഇഷ്ടം, കാരണം പെട്ടെന്ന് ആൾക്കാർ വരും, സാധനം മേടിക്കും, കട കാലിയാകും, പൈസയും കിട്ടും. കൂടുതൽ നേരം നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിലെ പോലെ ഇരുന്ന് സമയം ചിലവഴിച്ച് ആൾക്കാർ പതുക്കെ മാമേനെ പോലെ നടന്ന് വന്ന് കുറേ നേരം എടുക്കും. പിന്നെ ഇത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കളിച്ചിട്ടിരിക്കാം. പാൽ വേൾഡിലെയും അങ്ങനെ കുറേ ഗെയിമിലൊക്കെ പോലെ സ്റ്റോറിൻ്റെ ലെവൽ ഇങ്ങനെ നിന്ന് പോകത്തില്ല. ഇത് ഏതാണ്ട് 124 ലെവൽ വരെ ഈ ഗെയിം ലാഗ് അടിച്ച് ഞാൻ പിന്നെ ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതാണ്. അത് പ്രശ്നം എനിക്ക് അന്നേരം എക്സ്പാൻഷൻ്റെ മറ്റേ ഒരു ലോഗോ അവർ മാറ്റിയായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ വരുന്ന എല്ലാവർക്കും ബൈ ബൈ. ന്യൂ ചാനലാണ്, എല്ലാവരും ഇതും കൂടി സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം. പഴയ ചാനൽ ഏതാണ്ട് 113 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് 2-3 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. നമുക്ക് പഴയ ചാനൽ ഇനി നമ്മൾ വരുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇത്രയൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ വീഡിയോ വേറെ വല്ലതൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഗെയിമിങ്ങിൻ്റെയും അതുപോലെ ആപ്സിൻ്റെ ഒന്നും വീഡിയോ ഇനി നമ്മളത് ഇടത്തില്ല. അതുകൊണ്ട് കൂടുതലായിരിക്കും ഇതിൽ വേണം അതിൻ്റെ ഇത് നോക്കാം. ഞാൻ എൻ്റെ പഴയ ചാനലിൻ്റെ അകത്ത് ഈ ചാനലിൻ്റെ ലോഗോയും തമ്മിൽ ഒരു ഡിഫറൻസും നടത്തിയിട്ടില്ല. അതുമാത്രമല്ല പേരിൽ ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ.